ഹലോ, വെൽക്കം ടു രൂപാസ് കിച്ചൻ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വെച്ചാൽ വൻപയർ ഉണ്ടല്ലോ. വൻപയർ കൊണ്ടൊരു മസാലയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ പുട്ടിൻ്റെ കൂടെ കഴിക്കാനും അപ്പത്തിന് ചോറിന് എല്ലാത്തിനെയും കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ്. ഓക്കെ, ഇതുണ്ടോ, ഇത് വന്നിട്ട് പിന്നെ നമ്മൾ രാവിലെ വെക്കണമെന്നുണ്ടെങ്കിൽ രാത്രി തന്നെ കിടക്കാൻ നേരത്ത് വെള്ളം ഒഴിച്ചിട്ടിരുന്നാൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 3 മണിക്കൂർ, മിനിമം ഒരു 3 മണിക്കൂറെങ്കിലും ഇത് കുതിർക്കാനായിട്ട് വെക്കണം. എങ്കിലത് പെട്ടെന്ന് വെന്ത് കിട്ടുള്ളൂ. ഓക്കെ, അപ്പം നമ്മളൊരു കുക്കർ എടുത്തിട്ട് അതിൽ ഈ പയറിട്ട് കൊടുക്കാം. വൻപയർ ഇപ്പോഴും നമ്മൾ തോരനുണ്ടാക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളത് വേവിച്ചിട്ട് കടുവറുത്ത് തേങ്ങയൊക്കെ ഇട്ട് അങ്ങനെ കഴിക്കും. അതൊക്കെ നല്ല ടേസ്റ്റാണ് ചെയ്യാനായിട്ട്. ഇനിയിപ്പോൾ ഇത് മുങ്ങുന്ന രീതിയിൽ വെള്ളം ഒഴിക്കാം. ഓക്കെ, ഇപ്പോൾ ഇത് മുങ്ങുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിന് ശേഷം ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ വേവിക്കുന്നത് തന്നെ കുറച്ച് ഉപ്പിട്ടാലേ ഉപ്പ് ആ കടലയിൽ ആ വൻപയറിൽ പിടിക്കത്തുള്ളൂ. ഓക്കെ, കണ്ടോ, ഉപ്പിട്ടിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് 2 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഞാൻ 2 അല്ലി എടുത്തോളൂ. അത് 2ആയിട്ട് അങ്ങനെ കീറിയതുകൊണ്ട് അങ്ങനെ 4ആയിട്ട് വന്നാണ് കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു 4 വിസിൽ വെച്ച് കൊടുക്കാം. ഞാൻ ഗ്യാസ് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 4 വിസിൽ വരട്ടെ. അപ്പോൾ നമുക്ക് 4 വിസിൽ വന്നിട്ട് സ്റ്റീമൊക്കെ പോയിട്ടുണ്ട്. തുറന്ന് നോക്കാം. നല്ല രീതിയിൽ വെച്ചിട്ടുണ്ട്. കൂടുതൽ വെള്ളമൊന്നുമില്ല. ഉണ്ടോ, നല്ലപോലെ വെന്തിട്ടുണ്ട്. രാത്രി തന്നെ കുതിർക്കാനിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ വെന്തിട്ടുകയും ചെയ്തു. ഓക്കെ, അപ്പം നമ്മുടെ മസാല ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ഏത് എണ്ണയാണോ യൂസ് ചെയ്യുന്നത് അത് മതി കേട്ടോ. അതൊന്ന് ചൂടാട്ടെ. ഓയിലൊന്ന് ചൂടായിട്ടുണ്ട്. ഇതിലൊരു 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകം ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില. ജീരകം കരിഞ്ഞ് ഒന്ന് ചൂടായാൽ മതി. എന്നിട്ട് ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് നമ്മളിപ്പോൾ ആ പയർ എടുത്തിട്ടുള്ളത് 1/2 കപ്പ് പയറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ മീഡിയം സൈസിലുള്ള ഒരു സവാളയാണ് ഞാൻ എടുത്തത്. ഒന്ന് വഴറ്റിയിട്ട് ഈ സവാള ഒരുപാട് അങ്ങ് ചുവന്ന് കിട്ടണമെന്നില്ല, മതി. റെഡിയായി. ഇനി ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമുക്കിതിനുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. 1.5 ടീസ്പൂൺ ചേർത്തു. ഓക്കെ, ഇനിയിപ്പോൾ 1 ടീസ്പൂൺ മല്ലിപ്പൊടി. നമ്മൾ നേരത്തെ മഞ്ഞൾപ്പൊടി അതിൽ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഇതിൽ ശകല മഞ്ഞൾപ്പൊടി ഇടുന്നുള്ളൂ. ഇതിൽ വന്നിട്ട് കറി മസാലപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ഇടണം. കറി മസാല പൗഡർ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒന്ന് പച്ചമണം മാറണം. ഇതിൻ്റെ പച്ചമണം മാറിയോടെ നമുക്ക് ഇതിൽ ഞാൻ 2 ടൊമാറ്റോ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കുകയാണ്. മീഡിയം സൈസിലുള്ള 2 ടൊമാറ്റോയാണ്. ഈ ടൊമാറ്റോ നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ കണ്ടോ, നമ്മുടെ ടൊമാറ്റോ നല്ല രീതിയിൽ വഴറ്റിയിട്ടുണ്ട്. വഴറ്റുമ്പോൾ ഇങ്ങനെ ഈ തവി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ കുഴഞ്ഞ് കിട്ടും. ഓക്കെ, ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പെരുമ്പയറുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് വെള്ളമേ വെച്ചോളൂ, അത് മുങ്ങുന്ന രീതിയിൽ. അതുകൊണ്ട് നമുക്ക് വെള്ളം വേണമെങ്കിൽ കുറച്ചുകൂടെ ചേർക്കേണ്ടി വരും. എത്രയാണോ നിങ്ങൾക്ക് ഗ്രേവി ആവശ്യം അതനുസരിച്ച് വെള്ളം ചേർക്കണം.
അപ്പോൾ നമുക്ക് എന്തായാലും പുട്ടിനൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടെ ഗ്രേവി വേണ്ടി വരും. കാരണം എന്ന് വെച്ചാൽ ഈ തിളച്ച് പറ്റുമ്പോഴത്തേക്ക് നമുക്ക് വെള്ളം തീരെ ഇല്ലാതാവും. അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടെ ചേർക്കാം. ഒരു അരക്കപ്പ് കൂടെ ചേർക്കുകയാണേ. ഇതൊന്ന് തിളക്കട്ടെ. നമുക്ക് എത്രയാണോ വെള്ളം ഗ്രേവി ആവശ്യം അതനുസരിച്ച് വെള്ളം ചേർക്കാം കേട്ടോ. കുറച്ച് തിക്കായിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ വെള്ളം അധികം ചേർക്കണ്ട. അപ്പം നമുക്കിതിൽ സാൾട്ട് ചെക്ക് ചെയ്തോളാം. കാരണം നമ്മൾ നേരത്തെ പയർ വേവിക്കുമ്പോൾ സാൾട്ട് ചേർത്തിട്ടുണ്ട്. കുറച്ചുകൂടെ വേണം. എരിവും നോക്കിക്കോണം. എരിവ് ആവശ്യത്തിനുണ്ട് കേട്ടോ. ഒരു 5 മിനിറ്റ് എങ്കിലും ഇത് നല്ല രീതിയിൽ തിളയ്ക്കണം. അപ്പോഴാണ് നമ്മുടെ മസാലയും പയറും എല്ലാം കൂടെ ഒന്ന് നല്ല രീതിയിൽ ചോർന്ന് കിട്ടും. മതി, ഉപ്പും കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ ഇത് മീഡിയത്തിന് താഴെ ലോക്ക് കുറച്ച് മുകളിൽ വെച്ച് വേണം നമ്മളിത് തിളപ്പിക്കാനായിട്ട്. തീ കൂട്ടി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വറ്റിപ്പോവും. നമ്മുടെ അരപ്പുകളൊന്നും നമ്മുടെ പയറിൽ പിടിക്കാനും സമയം കിട്ടില്ല. അത് കാരണം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമുക്ക് തിളപ്പിക്കാം. അപ്പോൾ നമ്മുടെ കറി 5 മിനിറ്റ് തിളച്ചിട്ടുണ്ട്. അപ്പോൾ മസാലയെല്ലാം നല്ല രീതിയിൽ പൊടി കുട്ടി ഇത്രയും ചാറ് നമുക്ക് വേണം. ഇല്ല നിങ്ങൾക്ക് എങ്ങനെയാണോ താല്പര്യം അതുപോലെ എടുക്കാം. ഓക്കെ, ഞാനിപ്പോൾ പുട്ടിൻ്റെ കൂടെയാണ് ഇത് ഉണ്ടാക്കിയത്. അപ്പോൾ കുറച്ച് ഗ്രേവി വേണമല്ലോ. എരിവ് കറക്റ്റായിട്ടുണ്ട്, കൂടുതലൊന്നുമില്ല. കൂടുതൽ വേണമെങ്കിൽ കുറച്ചുകൂടെ ചേർത്തോളാം. ഓക്കെ, കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യുന്നേ. അപ്പോൾ കണ്ടോ, നമ്മുടെ വൻപയർ കറി സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ഹെൽത്തിയുമാണ്. ഈ വൻപയർ എന്ന് പറയുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. താങ്ക് യു.